എന്താ മാഡം, സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും കൂട്ടിക്കൊണ്ടാണല്ലോ വരവ്. എന്താ കാര്യം? നിങ്ങളുടെ വീട്ടിൽ മയക്കുമരുന്നുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. സെർച്ച് വാറന്റ് ഉണ്ട്. അവര് സെർച്ച് ചെയ്യട്ടെ ഡാഡി. ഇവിടെ നിന്ന് ഇവർക്ക് എന്താ കിട്ടാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. പോലീസുകാരെ വെല്ലുവിളിക്കാനൊക്കെ നിനക്ക് അറിയാല്ലേ? തെറ്റ് ചെയ്യാത്തവർ എന്തിനാ മേഡം പേടിക്കുന്നത്? ഇവര് നോക്കട്ടെ ഡാഡി, നമ്മുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. ശാലിനി, ഇവർക്ക് കാപ്പിയോ ചായോ എന്താന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്കും. ജയിലിൽ കിടക്കുന്ന നിന്റെ കെട്ടിയോളോട് പോയി പറയടാ. എല്ലായിടത്തും നോക്കിക്കോണം. പിന്നെ അവിടെ നോക്കിയില്ല ഇവിടെ നോക്കിയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഗോ സെർച്ച്. യെസ് മാം. എടാ, നീ എന്തിനാ ഇത്ര ഓവറാക്കുന്നേ? മയക്കുമരുന്ന് ഗോഡൌണിലല്ലേ ഉള്ളത്, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ അവരെത്ര തിരഞ്ഞാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാഡം, ഈ മുറി പൂട്ടിക്കിടക്ക. അതിന് താക്കോൽ എന്റെ കയ്യിലുണ്ട്, ഞാൻ തുറന്നു തരാം. നീ എന്റെ അനിയത്തെ തട്ടിക്കൊണ്ട് പോലെ പിന്നല്ലാതെ ഈ മുറിയുടെ താക്കോല് നിന്റെ കയ്യിലാന്നല്ലേ നീ പറഞ്ഞത്? അതെ, അതുകൊണ്ട് ഇവൻ ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയാടാ ഇത്? എഴുന്നേക്ക്. ഈ വെള്ളം കൂടി എഴുന്നേക്ക്. കുടിക്കുമ്പോൾ എന്തു പറ്റി? നടന്ന എന്താന്ന് വ്യക്തമാണ് മാഡം. ഞങ്ങളുടെ കുടുംബത്തിനോട് ഗോപാലിന്റെ കുടുംബത്തിന് പണ്ടേ വൈരാഗ്യമുള്ളതാ. മഹിമയെ ജയിലിനുള്ളിൽ വെച്ച് കൊല്ലാനായിരുന്നു സഞ്ജുവിന്റെ പ്ലാൻ. അത് നടക്കാതെ വന്നപ്പോ മഹിമ ആശുപത്രിയിൽ നിന്ന് ഇവൻ തട്ടിക്കൊണ്ടുപോയി. ഇവിടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിയതാ. എനിക്കിതിലൊരു പങ്കുമില്ല. അല്ല മാഡം, മഹിമ പീതാംബരന്റെ കേസിൽ നിരപരാധിയാണെന്ന് എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയ സഞ്ജു ഇവളെ സ്വതന്ത്രയാവുന്നതിന് മുമ്പ് ഇവളെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ പോലീസ് ഇവളെ എല്ലായിടത്തും തേടുന്നതുകൊണ്ട് ഇവളെ സുരക്ഷിതമായിട്ട് വെക്കാൻ ഇവന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാ ഈ പാവത്തിനെ സ്റ്റോർ റൂമിൽ കെട്ടിയിട്ടത്. അതെ മാഡം, ഇതൊക്കെ പച്ച കള്ളവാ. മഹിമ പറ, എന്താ ശരിക്കും സംഭവിച്ചത്? ചേച്ചി പറഞ്ഞത് ശരി. സഞ്ജുവിന്റെ ആളുകൾ എന്നെ ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ. അതിനുശേഷം ഞാൻ ഈ സ്റ്റോർ റൂമിൽ തന്നെ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. അതൊന്നും വേണ്ട മാഡം, ഇതൊക്കെ കള്ളക്കേസാ. ചേച്ചി കൂടെ നാടകം കളിക്കുക. മഹിമയെ ഈ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. സഞ്ജുവിനെ അറസ്റ്റ് ചെയ്യാതെ പറ്റില്ല. അറസ്റ്റോ? ഇവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത് കോടതിയിൽ വെച്ച് അയക്കോ. മഞ്ജു, വിലങ്ങ് വയ്ക്കേ. കൈ നീട്ട.
ആദ്യം സ്വപ്നേ, ഇപ്പൊ എന്നെ. ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം കള്ളക്കേസിൽ കൊടുക്കാനാണല്ലേ നിന്റെ പരിപാടി. നീ കൂടുതലേ സംസാരിക്കൊന്നും വേണ്ട. തൽക്കാലമേ മോ പോയി കുറച്ചുനാള് ജയിലിൽ കിടന്നിട്ട് വാ. എടി ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഹലോ, അങ്ങനെയുള്ള വെല്ലുവിളികളൊന്നും വേണ്ട. ഇല്ലെങ്കിലേ മോന്റെ കൂടെ തന്തയും ഒരേ സെല്ലിൽ പോയി കിടക്കേണ്ടി വരും. എന്താ വേണോ? പോയി നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കാൻ നോക്ക്. തന്റെ മോനിപ്പോ അതിന്റെ ആവശ്യമുള്ളത്. ഇവനെ കൊണ്ടേ വണ്ടി കയറ്റ്. നടക്കണം. ഡാഡി